യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം AD 29 പൗലോസിൻ്റെ മാനസാന്തരം AD 31 ഒന്നാം യെരുശലേം യാത്ര AD 33 രണ്ടാം യെരുശലേം യാത്ര AD 46 മനസ്സിലാക്കുന്നത് ഗലാത്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം ഗ്രഹിക്കുവാൻ സഹായിക്കും. AD 46 പൗലോസ്ലീഹായുടെ 2-ാം യെരുശലേം യാത്രയുടെ ഉദ്ദേശം ഒന്നാമതായി ഒരു വെളിപാടനുസരിച്ചത്രേ പോയത്. പൗലോസിന് ദമസ്കോസിലുണ്ടായ വെളിപ്പാട് കൂടാതെ അദ്ദേഹം അനേകം ദർശനങ്ങൾ കണ്ടു. അവയൊക്കെയും തനിക്കും കൂടെയുള്ളവർക്കും ധൈര്യം പകരുന്നതും നേർപാതയ്ക്ക് നയിക്കുന്നതിനുമായിരുന്നു, അല്ലാതെ ഭയപ്പെടുത്തുവാനുള്ളതായിരുന്നില്ല. ഉദാഹരണമായി അപ്പോസ്തലപ്രവൃത്തികൾ 16:9, 18:9, 23:11, 27:23, 24, 1 കൊരിന്ത്യർ 12:1 എന്നീ ഭാഗങ്ങൾ പൗലോസിൻ്റെ ദർശനങ്ങളെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് ദർശനങ്ങൾ കൊടുത്ത ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മെ നയിക്കുവാൻ ശക്തനാണ്, നിയോഗിക്കപ്പെട്ടവനാണ്, നയിക്കുവാൻ തയ്യാറുമാണ്. ആത്മാവിനാൽ നയിക്കപ്പെട്ടാൽ യാത്രയുടെ ദിശ ശരിയാകും, രീതി ക്രിസ്തീയമാകും, വഴി തടസ്സമില്ലാത്തതായിത്തീരും. അതിനാൽ ദൈവത്തിൽ വിശ്വസിക്കുക, താതൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. അവൻ നമ്മെ പുലർത്തും. ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവിടുത്തെ വാക്കുകൾക്കായി ധ്യാനാത്മകമായിരുന്ന് ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് യാചിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.